Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബിൽ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ BOM എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ബിൽ ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ BOM എന്ന് പറയുന്നത്? ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വരുമ്പോഴാണ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ റോ മെറ്റീരിയൽസ് എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് വേണം എന്നുള്ള ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ടാലിയിൽ എങ്ങനെയാണ് നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ടാലിയിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പുതിയൊരു കമ്പനിയും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നോ വോച്ചേഴ്സിൻ്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിത് ബിൽ ഓഫ് മെറ്റീരിയൽസിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ എങ്ങനെയാണ് BOM സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനേബിളിംഗ് BOM, അതായത് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കോൺഫിഗറേഷനിൽ പോയി ഇനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബൈ ഡിഫോൾട്ട് അത് ഡിസേബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്യാനായിട്ട് F12 കോൺഫിഗറേഷനിൽ പോവുക. അപ്പോൾ ഞാനിവിടെ ഗേറ്റ്വേ ടാലിയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് F12 കോൺഫിഗറേഷനിൽ പോവുകയാണ്. F12 കോൺഫിഗറേഷനകത്ത് അക്കൗണ്ട്സ് ഓർ ഇൻവെൻട്രി ഇൻഫോ സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ അക്കൗണ്ട്സ് ഓർ ഇൻവെൻട്രി ഇൻഫോ സെലക്ട് ചെയ്തു. ഇതിനകത്ത് ഇപ്പോൾ മാസ്റ്റർ കോൺഫിഗറേഷൻ വന്നു. ഇതിനകത്ത് ഇനേബിൾ കമ്പോണൻറ്റ് ലിസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവാം. ഇനേബിൾ കമ്പോണൻറ്റ് ലിസ്റ്റ് ഡീറ്റെയിൽസ് ബ്രാക്കറ്റിനകത്ത് ബിൽ ഓഫ് മെറ്റീരിയൽസ് ഇത് എസ് ആക്കി കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് എസ് ആക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇനേബിൾ ആയിട്ടുണ്ടാവും. ദെൻ എസ്കേപ്പ് ചെയ്ത് ഞാൻ തിരിച്ച് ഗേറ്റ്വേ ടാലിയിൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ക്രിയേഷൻ ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ ഒരു ഫിനിഷ്ഡ് അപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് ഞാൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഇൻവെൻട്രിയാണ് മാനുഫാക്ചറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് ചെയ്യാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് നമുക്കാദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ്, അതായത് റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്ത് എന്തായിരുന്നു? ഗേറ്റ്വേ ടാലിക്കകത്ത് ഇൻവെൻട്രി ഇൻഫോയ്ക്കകത്ത് വരിക. അതിനകത്ത് സ്റ്റോക്ക് ഐറ്റം എടുക്കുക. സ്റ്റോക്ക് ഐറ്റത്തിനകത്ത് സിംഗിൾ സ്റ്റോക്ക് ഐറ്റം യൂസ് ചെയ്യാം, മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഐറ്റംസ് യൂസ് ചെയ്യാം. അത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനത് മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഐറ്റത്തിലോട്ട് പോവുകയാണ്. അതായത് ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് ഐറ്റം എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്രിയേഷനിൽ പോയി എടുത്തു. അണ്ടർ ഗ്രൂപ്പ് ഞാനിപ്പോൾ ഓൾ ഐറ്റംസ് കൊടുക്കുവാണ്. ഓരോ ഐറ്റമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് റോ മെറ്റീരിയൽസ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് കൊടുക്കാം. ഹാർഡ് ഡിസ്ക് ഒന്ന് കൊടുത്തു. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട് അണ്ടർ. അപ്പോൾ ഈ അണ്ടറിലെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ റോ മെറ്റീരിയൽസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിനെ ഗ്രൂപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടിംഗ് പർപ്പസിനൊക്കെ ഗ്രൂപ്പിംഗ് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്താണ്, അതുപോലെ സ്റ്റോക്ക് കാറ്റഗറി എന്താണ് എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻവെൻട്രി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ അപ്പോൾ ഞാൻ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അവിടെ നിന്നുകൊണ്ട് തന്നെ Alt C കൊടുത്ത് ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. റോ മെറ്റീരിയൽസ് കൊടുത്തു. അണ്ടർ പ്രൈമറി തന്നെ കൊടുക്കുകയാണ്. വേറൊന്നും കൊടുക്കുന്നില്ല. കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം. നമ്മുടെ റോ മെറ്റീരിയൽസ് വന്നു. ഇനി യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേയിൽ വന്നതാണ്. അണ്ടർ റോ മെറ്റീരിയൽസും യൂണിറ്റ്സും നമ്പേഴ്സ് എല്ലാത്തിനും ഞാൻ നമ്പേഴ്സ് തന്നെയാണോ കൊടുക്കുന്നത്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഇവിടെ നിന്ന് തന്നെ Alt C കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഫോർമൽ നെയിം കൊടുക്കാം. ഇവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സെലക്ട് ചെയ്ത് കാണിക്കുക. യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ്. ഓക്കെ, ദെൻ കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്പേഴ്സും സേവ് ആയിട്ടുണ്ട്. ഇനി ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ അതായത് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും സ്റ്റോക്ക് സെയിൽ ചെയ്യാതെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മുടെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി, ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആണത് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് ഞാൻ എൻ്റർ ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് അടുത്ത നമ്മുടെ ഐറ്റത്തിലോട്ട് വരാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മോണിറ്റർ. സെയിം
റോ മെറ്റീരിയൽസിൽ തന്നെ കൊണ്ടുപോകണം. അതേ ഗ്രൂപ്പിനകത്തോട്ട് തന്നെ കൊണ്ടുപോകണം റോ മെറ്റീരിയൽസ്, യൂണിറ്റ്സ്, നമ്പേഴ്സ്. ബാക്കി അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. അടുത്ത റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കീബോർഡ്, അണ്ടർ റോ മെറ്റീരിയൽസ്, നമ്പേഴ്സ് എൻ്റർ ചെയ്യുക. അടുത്തെന്ന് പറയുമ്പോൾ മൗസ്, റോ മെറ്റീരിയൽസ്, യൂണിറ്റ്സ്, നമ്പേഴ്സ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പ്രോസസ്സർ. ഇതിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കുറച്ച് റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ്. നമ്പേഴ്സ്. ഫസ്റ്റ് വൺ നമുക്ക് സ്ക്രീനിൽ നമ്മുടെ എക്സാമ്പിളായിട്ടുണ്ടാകുന്ന റാമാണ്. അപ്പോൾ റാമും കൊടുക്കുക, അതും റോ മെറ്റീരിയൽസ് തന്നെയാണ്, യൂണിറ്റ്സ്, നമ്പേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒറ്റ സ്ക്രീനിൽ തന്നെ ഇത്രയും സ്റ്റോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സെറ്റ് BOM. അപ്പം ഞാൻ മൂന്നാമത് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. മൂന്നാമത് ചെയ്യാൻ പോകുന്നത് ഫിനിഷ്ഡ് ഗുഡ്. നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ആ സ്റ്റോക്ക്. അതുപോലെ തന്നെ അതിനോടൊപ്പം BOM സെറ്റ് ചെയ്യാൻ പോവാണ്. BOM സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാൻ കമ്പ്യൂട്ടറിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസ് അതിനോടൊപ്പം നമ്മൾ സെറ്റ് ചെയ്ത് പോവുകയാണ്. റോ മെറ്റീരിയൽസ് പ്ലസ് എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് വേണ്ടത്, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒറ്റ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒറ്റ ഐറ്റമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സിംഗിൾ സ്റ്റോക്കിൽ പോയി ക്രിയേറ്റ് ചെയ്യാം. ഇതേ സെയിം പാത്തിൽ തന്നെയാണ് സിംഗിൾ സ്റ്റോക്ക് ഐറ്റത്തിൽ പോയി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫിനിഷ്ഡ് ഗുഡിൻ്റെ പേരെന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ പേര് കൊടുക്കുന്നു. ഓൾറെഡി നമുക്കുള്ളത് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡാണ്. കമ്പ്യൂട്ടറാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ വേറൊരു ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോകാം. ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് Alt C കൊടുത്ത് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് കൊടുത്തു, അണ്ടർ പ്രൈമറി കൊടുത്തു, കൺട്രോൾ E കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് യൂണിറ്റ്സ് കൊടുക്കുക, നമ്പേഴ്സ്. അത് കഴിഞ്ഞ് നമുക്കപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എന്തായിരുന്നു, ക്രിയേഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ് ആൻഡ് സെറ്റ് BOM. അപ്പോൾ നമുക്ക് ഈ ഫിനിഷ്ഡ് ഗുഡ് കമ്പ്യൂട്ടറിനാണ് BOM സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റോക്കിന് എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണം എന്നുള്ളത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് കമ്പോണൻറ്റ്സ് BOM എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് എസ് ആക്കി കാണിക്കുക. എസ് ആക്കാം. എസ് ആക്കുമ്പോൾ നെയിം ഓഫ് BOM ചോദിക്കുന്നത്. അപ്പോൾ BOM നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ബിൽ ഓഫ് മെറ്റീരിയൽ ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ BOM 1 എന്ന് പറഞ്ഞു കൊടുത്തു. കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കുക. അപ്പോൾ പേര് കൊടുക്കുക. നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ. യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ എന്ന് പറയുന്നത് എത്ര കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാം, എത്ര കമ്പ്യൂട്ടേഴ്സ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാനുള്ള സെറ്റിങ്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ 1 ആണ് കൊടുക്കുക. ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാൻ എന്തൊക്കെ റോ മെറ്റീരിയൽസ് എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ട് വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ 1 കൊടുക്കുന്നു. ഐറ്റംസ്, നമുക്കിനി ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റോക്കിന് എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണമെന്നുള്ളത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഐറ്റംസ് നമുക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി, ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാൻ ഒരു ഹാർഡ് ഡിസ്ക് വേണം അല്ലേ. അതുപോലെ തന്നെ കീബോർഡ് ഒരെണ്ണം വേണം. അപ്പോൾ അതുപോലെ ഓരോന്നും കൊടുക്കാം. മോണിറ്ററും ഒന്ന് തന്നെയാണ് വേണ്ടത്. മൗസ് കൊടുക്കുന്നു. പിന്നെ ഓരോന്നും നമുക്ക് കൊടുക്കാം. പ്രോസസ്സ്, ഇതിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ, അതായത് കേബിളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വരും. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് അതുപോലെ കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് വെച്ച് എല്ലാം ഓരോന്ന് തന്നെ മതിയാകും. ഓരോന്നും ഞാൻ കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ BOM. അതായത് കമ്പ്യൂട്ടറിന് നമ്മൾ BOM സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ സ്റ്റോക്ക് ക്രിയേഷൻ സ്ക്രീനിലോട്ട് വന്നു. ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ കൺട്രോൾ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിൽ ഓഫ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ബിൽ ഓഫ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് മാനുഫാക്ചർ ചെയ്യണം, കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യണം. അപ്പോൾ മാനുഫാക്ചറിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും കീപ്പ് ഓൺ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.